ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഷാഡോ ഫൈറ്റിൽ 2-ൽ തന്നെ പല ഗെയിമേഴ്സും ഒരു വെപ്പണിൽ തന്നെ അവർക്ക് ഫേവറേറ്റ് ആയ ഒരു വെപ്പൺ തന്നെ എപ്പോഴും അപ്ഗ്രേഡ് ചെയ്ത് ലെവൽ ഇൻക്രീസ് ചെയ്ത് യൂസ് ചെയ്യും. അങ്ങനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ വെപ്പൺസിനെ പറ്റിയാണ് ഞാൻ ആക്ട് 1 തൊട്ട് പറയുന്നുണ്ട്. ആക്ട് 1 മുതൽ ഞാനിപ്പോൾ ആക്ട് 4-ലാണ്. ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടുള്ള വെപ്പൺസ് പറയും. ആക്ട് 1-ൽ നിഞ്ച സോഡ് നല്ലതാണ്, സ്റ്റീൽ ബാട്ടൺസ് അത് നല്ലതാണ്. അതൊക്കെ നമ്മൾ ഫസ്റ്റ് ഡബിൾ സ്ട്രൈക്ക് ചെയ്യുമ്പോൾ തന്നെ എനിമി താഴെ വീഴും. ബ്ലഡ് റീപ്പർ. ആക്ട് 2-ൽ വരുമ്പോൾ ടൂഫാൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള ഫസ്റ്റ് മൂവ് പ്ലസ് ഡബിൾ സ്ട്രൈക്ക് അതൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ക്രിട്ടിക്കൽ ആ ഒരു ലെവൽ ദെൻ സ്റ്റെപ്പ് അതൊക്കെ യൂസ് ചെയ്താൽ എനിമയെ നമുക്ക് ക്രിട്ടിക്കൽ ഹിറ്റിൽ വീഴ്ത്താം. ക്രിസ് അത് നമുക്ക് എന്തോ പറയാം, നല്ലൊരു യൂസ്ഫുൾ വെപ്പണാണ്. സ്വാട്സ് അതും നമ്മൾ നേരെ ജമ്പ് ചെയ്ത് എനിമിയുടെ ഹെഡ് സ്ട്രൈക്കാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്കതൊരു അപ്ഗ്രേഡ് ചെയ്ത് ലെവൽ ഇൻക്രീസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു വെപ്പണാണ്. മറ്റൊന്നെന്ന് പറഞ്ഞാൽ എന്തുവാ സ്റ്റീൽ നഞ്ചക്കും വളരെ നല്ലതാണ്. നമ്മൾ എനിമിയുടെ ബോഡിയിലേക്ക് ഇത് ഹിറ്റ് ചെയ്യുക, ക്രിട്ടിക്കൽ ഹിറ്റായിരിക്കും. നമ്മളെപ്പോഴും ഡബിൾ സ്ട്രൈക്ക് ചെയ്യുമ്പോൾ ക്രിട്ടിക്കലായിരിക്കും. സ്റ്റീൽ നഞ്ചക്ക് നല്ലതാണ്. മറ്റൊന്നെന്ന് പറഞ്ഞാൽ ആക്ട് 3-ൽ ഹെവി സ്റ്റഫ് വളരെ നല്ല ഒരു വെപ്പണാണ്. ആക്സ് ഇതെനിക്ക് യൂസ് ചെയ്യാൻ കുറച്ച് പാടാണ്. സ്റ്റീൽ ക്ലൗസ്, ഓർബിറ്റൽ സ്റ്റാബേഴ്സ് അത് നല്ലതാണ്. അത് നമ്മൾ നേരെ ഒരു 6 ഹിറ്റൊക്കെ ആയിരിക്കും. നമ്മൾ ഫ്രണ്ടിലോട്ടുള്ള ഒരു ആരോയും ഡബിൾ സ്ട്രൈക്കും കൊടുക്കുമ്പോൾ അത് നേരെ നമ്മുടെ എനിമിയുടെ ഹെഡ് ഹിറ്റ് ആയിരിക്കും. ഒരു 6 ഹെഡ് ഹിറ്റ് ക്രിട്ടിക്കൽ അതൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. ഇതുപോലെ നമുക്ക് നമ്മുടെ എനിമിയെ ഹെഡ് ഹിറ്റൊക്കെ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നെക്സ്റ്റ് വെപ്പൺ എന്ന് പറഞ്ഞാൽ ഇതാണ്. നെക്സ്റ്റ് വെപ്പൺ ഒരു മിനിറ്റ്, ഇത് സ്നാപ്പർ ഫ്ലാഡ്ജ്. ഇതിൽ നമ്മൾ എൻ്റെ ഡയമണ്ട്സ് ഇല്ലാത്തതുകൊണ്ടായിരുന്നു എനിക്ക് മേടിക്കാൻ പറ്റിയത്. എയറീസ് ഇത് നമുക്ക് എത്ര ഡിസ്റ്റൻസിലേക്കാണെങ്കിലും നമ്മുടെ എനിമിയെ ഒന്ന് അറ്റാക്ക് ചെയ്യാൻ പറ്റും. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് എനിമിയെ വീഴ്ത്താൻ പറ്റും. അങ്ങനത്തെ ഒരു വെപ്പണാണ്. അപ്ഗ്രേഡ് ചെയ്ത് നല്ലതാണ്. കണ്ടില്ലേ, ഇങ്ങനെ നമ്മൾ എത്ര ദൂരെ നിന്നാലും എനിമിയുടെ ദേഹത്തത് കൊള്ളും. അങ്ങനത്തെ ഒരു വെപ്പണാണത്. അല്ല, ഇങ്ങനെ നമ്മൾ ഫസ്റ്റ് ഗെയിം തുടങ്ങുമ്പോൾ തന്നെ ബാക്ക്വേർഡ് സ്ട്രൈക്ക് കൊടുക്കുകയാണെങ്കിൽ അത് ഹെഡ് ഹിറ്റും ക്രിട്ടിക്കൽ ചിലപ്പോൾ ഷോക്കും ആവാം. മറ്റൊന്ന് ആക്ട് 4-ൽ ലബ്രീസോ ഈ വെപ്പൺ നല്ലതാണ്. ആക്സിൻ്റെ കൂട്ടുള്ളൊരു വെപ്പണാണ്. ഗോൾഡൻ കട്ടാണ് ഞാൻ പറയത്തില്ല, എനിക്ക് ഉപയോഗിച്ചിട്ട് പാടായിരുന്നു. മറ്റൊരെണ്ണം ഗ്ലേവ്സ് ഇതും നമ്മൾ നല്ലതാണ്. ഇത് നമ്മൾ ഫസ്റ്റ് തന്നെ ഡബിൾ സ്ട്രൈക്ക് ചെയ്യണം. അപ്പോഴത്തേക്കും അത് എനിമിയുടെ എന്താ പറയുക ഹെഡ് പോർഷനിലേക്ക് തന്നെ അത് ചെന്നിട്ട് അതൊരു ഹെഡ് സ്ട്രൈക്ക് ക്രിട്ടിക്കൽ ഷോക്കൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ തന്നെ എനിമിയുടെ ഒരു ഹാഫ് ലൈഫ് പോകും. അതിന് ശേഷം വീണ്ടും ഒന്നുകൂടെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് പെർഫെക്റ്റോ ഒക്കെ കിട്ടും. അങ്ങനത്തെ ഒരു വെപ്പണാണ്. ഞാൻ ഇപ്പോൾ ആക്ട് 4-ൽ ഇത് എടുത്തിട്ടുള്ളൂ. അടുത്തത് റീപ്പർ എൻ്റെ അടുത്ത വെപ്പണാണ്. അത് കാണിക്കാൻ ഞാൻ മറന്നുപോയി. അത് നല്ലതാണ്. എന്നിട്ട് ആമോർ ഏത് വേണേലും ആർക്ക് ഏറ്റവും ഇഷ്ടമുള്ള അവർക്ക് ഇഷ്ടപ്പെടുന്ന അപ്ഗ്രേഡ് ചെയ്യുക. എനിക്ക് ഇത് ഇഷ്ടമായിരുന്നു. അതിന് പക്ഷേ എൻ്റെ ഡയമണ്ട്സ് ഇല്ല. മാറ്റിൽസ് ഓഫ് നൈറ്റ് അത് നല്ല. ഇത് ബാക്കിയുള്ള എല്ലാം നല്ലതാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എൻ്റെ മൈ ഫേവറേറ്റ് രവീൻ മാൻറ്റിൽ. ഇത് രണ്ടുമായിരുന്നു എൻ്റെ ഫേവറേറ്റ്. ഇനി ഹെൽമെറ്റ് സെക്ഷനിൽ എൻ്റെ ഫേവറേറ്റ് ഹെൽമെറ്റ് എന്ന് പറഞ്ഞാൽ ആക്ട് 3-ലുള്ള ഒരു ഹെൽമെറ്റാണ്.
ഇത് അതിൻ്റെ പേരെന്ത്, മൂൺ ക്രൗണും അതിൻ്റെ തൊട്ട് താഴെയുള്ളത് പേര് വായിക്കാൻ പറ്റിയില്ല. പിന്നെ നിഞ്ച ബ്ലേഡ് എല്ലാം എനിക്കിഷ്ടമാണ്. പക്ഷേ മൈ ഫേവറേറ്റ് ഈസ് കുനിയ. മാജിക് നമുക്ക് ആക്ട് 2-ലും ആക്ട് 4-ലും ആക്ട് 3-ലും ആക്ട് 4-ലും 2 ഇട്ടു. അതിനെ ഒരെണ്ണത്തിൽ നമ്മൾ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ട് വരണം. ആക്ട് 2-ൽ ആക്ട് 3-ൽ ഇടുന്ന എനർജി ബോൾ, ഫയർ ബോൾ. എനർജി ബോൾ ഞാൻ മേടിച്ച എൻ്റെ ജംസിലായിരുന്നു. ആക്ട് 3-ൽ ഡാർക്ക് ഇംപ്ലഷൻ, ഡാർക്ക് ബ്ലാസ്റ്റ്, അത് 2ആണ് കിട്ടുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.